നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഇനി പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇവരാണ് നിങ്ങളുടെ വീടിന്റെ വിളക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശഗോപുരവും. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്നതുപോലെയാണ് ഇവരുടെ കാര്യം. ഇവർ വിട്ടുനിൽക്കുന്ന സാഹചര്യങ്ങളിലോ ഇവർ എന്നേക്കുമായി വേർപിരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ വന്നെത്തുമ്പോഴോ മാത്രമാണ് നമ്മൾ ഇവരുടെ പ്രഭാവം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക. അവർ ഉള്ളപ്പോൾ എല്ലാം ഉണ്ടായിരിക്കും, അവർ ഇല്ലെങ്കിൽ നികത്താനാകാത്ത ശൂന്യതയായിരിക്കും. അത്രമേൽ അനുഗ്രഹീതരായ ചില സ്ത്രീ നക്ഷത്രങ്ങളുണ്ട്. അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളിൽ ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ്. പൊതുവെ സന്മനസ്സുള്ളവരും കാരുണ്യം തുളുമ്പുന്ന ഹൃദയത്തിനുടമകളുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ഇവരുടെ മനസ്സലിവ് പേര് കേട്ടതാണ്. പഞ്ചഭാവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ഈ കൂട്ടരാണെന്ന് പറയാം. പക്ഷേ പുറമേയുള്ള നോട്ടങ്ങളിൽ നിന്നോ പുറമേയുള്ള വിലയിരുത്തലുകളിൽ നിന്നോ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇവർ ഒരു കുടുംബത്തിൽ വന്നു കയറിയാൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യം 10 മടങ്ങായി വർദ്ധിക്കുമത്രേ. അതുമാത്രമല്ല, ഇവരുടെ വരവോടുകൂടി ആ കുടുംബത്തിൽ സംഭവിക്കാനിരുന്ന പല വിപത്തുകളും വഴിമാറി പോവുകയും ചെയ്യും. കണ്ണിൽ കൊള്ളേണ്ടത് ഭാഗ്യത്തിന് പുരികത്തിൽ കൊണ്ടു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഇവരുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിലായിരിക്കും മിക്കപ്പോഴും അത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുക. പക്ഷെ ഇവരുടെ ബന്ധുമിത്രാദികൾ പലപ്പോഴും ഇവരുടെ ഈ ഈശ്വരാധീനത്തെ മനസ്സിലാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിരന്തരം പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും പാത്രമായേക്കാം. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവരായതുകൊണ്ട് തന്നെ അവർ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിജയത്തെ പുണരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ സഹോദരിയോ മകളോ കാർത്തിക നക്ഷത്രക്കാരിയാണെങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യമായി കാണുക. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം പൊതുവെ ഇവർ സമ്പന്നമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവരായിരിക്കില്ല. പ്രതിസന്ധികളോടും പരിമിതികളോടും പടവെട്ടി തന്നെയാണ് ഇവർ ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെയും സ്വന്തമാക്കിയിട്ടുള്ളത്. അത് വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിലും ശരി, സാമ്പത്തികപരമായിട്ടുള്ളതാണെങ്കിലും ശരി. അത്യധ്വാനികളാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ. പലപ്പോഴും ഇവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബന്ധുക്കളുടെയോ മിത്രാദികളുടെയോ സഹായങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ഇവർ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും പല സാഹചര്യങ്ങളെയും അതിജീവിച്ചിട്ടുണ്ടാവുക. എന്നിരുന്നാലും ശത്രുദോഷത്തിന് ഇവർക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ചില സാഹചര്യങ്ങളിൽ വേണ്ടപ്പെട്ടവർ തന്നെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ തന്നെ വെല്ലുവിളിയായെന്നും വരാം. അതുകൊണ്ട് തന്നെ തിരസ്കാരങ്ങളും അവഗണനകളും ധാരാളമായി ഇവർക്ക് ലഭിച്ചേക്കാം. ഇങ്ങനെ വ്യക്തിപരമായ തലത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം ഒരു കുടുംബത്തിന് നൽകുന്ന ശാന്തിയും സമാധാനവും ഐശ്വര്യങ്ങളും ചെറുതല്ല. ഉദാഹരണം പറഞ്ഞാൽ, വളരെ മോശം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വീടുകളിലേക്ക് ആയില്യം നക്ഷത്രക്കാരിയുടെ വരവിന് ശേഷം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേർന്ന നിരവധി അനുഭവങ്ങൾ പറയാനുണ്ട്. മറിച്ചുള്ള അനുഭവങ്ങൾ ചിലർക്ക് ചിലപ്പോൾ പറയാനുണ്ടായേക്കാം. പക്ഷെ അത് ജാതകപരമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പറയുന്നത് പൊതുഫലമാണ്. പൊതുവെ ആയില്യം നക്ഷത്രക്കാരികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ആയില്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി പറയാനിരിക്കുന്ന നക്ഷത്രങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാരിയായ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ വീടിന്റെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് അവളായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. മാതൃകാ കുടുംബിനി എന്ന് വിളിക്കാവുന്ന സ്ത്രീകളായിരിക്കും ചിത്തിര നക്ഷത്രക്കാരികൾ. കാരണം കുടുംബത്തോട് അവർക്കുള്ള സ്നേഹവും കരുതലും എന്ന് പറയുന്നത് അസാധാരണമായിരിക്കും. തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ഇവർ അത്രമേൽ ശ്രദ്ധാലുക്കളായിരിക്കും. സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ എന്നൊന്ന് ഇവർക്ക് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇവർ സന്തോഷം കണ്ടെത്തുന്നത് തന്നെ തൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷങ്ങളിലൂടെയാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ ഇവർക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കാരണവും കുടുംബത്തോടുള്ള അനിതര സാധാരണമായ ഈ പ്രതിബദ്ധതയാണ്. പക്ഷെ ചിത്തിര നക്ഷത്രക്കാരികൾ പൊതുവെ ധാരാളം ശത്രുക്കൾ ഉള്ളവരാണ്.
ശത്രുക്കൾ ഇവരെ പറ്റി പല നുണകളും പറഞ്ഞു വരത്തും. ചിലരൊക്കെ അത് വിശ്വസിച്ച് ഈ പാവങ്ങളെ അവിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ കാലം പോകെ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും ചീത്തപ്പേരുകളിൽ നിന്നുമൊക്കെ ഇവർ കരകയറും. സാധാരണയായി സുന്ദരികളും ബുദ്ധിമതികളും പ്രവർത്തന ചാതുര്യമുള്ളവരുമായിരിക്കും ചിത്തിര നക്ഷത്രക്കാരികളായ സ്ത്രീകൾ. ബന്ധുമിത്രാദികളുമായി, പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി അങ്ങേയറ്റം നല്ല ബന്ധമായിരിക്കും ഇവർക്ക്. ചിത്ര നക്ഷത്രക്കാരിയായ ഒരു സ്ത്രീ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഐശ്വര്യദായകമായ മറ്റൊന്നും ആ കുടുംബത്തിന് ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അടുത്തത് മകം. മകം പിറന്ന മങ്ക എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണല്ലോ. കാരണം സ്ത്രീകൾക്ക് അത്രമേൽ ഐശ്വര്യദായകമായ ഒരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത്. സൗന്ദര്യത്തിന്റെ കാര്യത്തിലും സ്വഭാവശുദ്ധിയുടെ കാര്യത്തിലും മകം നക്ഷത്രകാരികൾ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും. ഇവർ ഇവരുടെ ജന്മഗ്രഹത്തിനും ഭർതൃഗ്രഹത്തിനും ഒരുപോലെ ഐശ്വര്യമായി തീരുന്നവരാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ അമ്മയായോ ഭാര്യയായോ മകളായോ സഹോദരിയായോ ലഭിക്കുന്നതിലും വലിയ ഭാഗ്യം ഒരു പുരുഷന് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാണ് മകം നക്ഷത്രകാരികൾ. അത് ഭർത്താവിന്റെ ആരോഗ്യ സംബന്ധിയായ കാര്യത്തിലായാലും ശരി, അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ കാര്യത്തിലായാലും ശരി, ഭർത്താവിന്റെ ആ മുതൽ ക്ഷ വരെയുള്ള സർവ്വകാര്യങ്ങളിലും ഇവർ ശ്രദ്ധ പുലർത്തും. മാത്രമല്ല, ഇവർ സകല ബന്ധുമിത്രാദികളെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുമെങ്കിലും ആ സുഹൃത്തുക്കളിൽ നിന്നൊന്നും വേണ്ട സമയങ്ങളിൽ ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചു എന്ന് വരില്ല. എങ്കിലും ഇവർ ആരോടും പരാതിയോ പരിഭവമോ അങ്ങനെ പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരുമല്ല. ചിങ്ങം രാശിക്കാർ ആയതുകൊണ്ട് തന്നെ സിംഹമാണ് ഇവരുടെ രാശിയുടെ രൂപം. സിംഹത്തിൻ്റെതിന് സമാനമായ വീറും വാശിയും ധൈര്യവും ഒക്കെ ഇവരിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മകം നക്ഷത്രക്കാരി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ സർവൈശ്വര്യങ്ങളുടെയും മൂലസ്രോതസ് എന്ന് പറയുന്നത് അവളായിരിക്കും. അടുത്തത് ചതയം. മഹാലക്ഷ്മിയുടെ സർവ്വ അനുഗ്രഹങ്ങളും കൂടപ്പിറപ്പായുള്ള ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാരികൾ അവർ ജനിച്ചു വളരുന്ന വീടിൻ്റെയും അവർ വിവാഹം കഴിച്ചു ചെല്ലുന്ന വീടിൻ്റെയും പുണ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇവർ ജനിക്കുന്ന വീട്ടിലായാലും ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിലായാലും ഇവരുടെ വരവിന് ശേഷം സമൂലമായ മാറ്റമുണ്ടാകും. അന്ന് വരെ നിശബ്ദമായിരുന്ന വീടുകൾ ഇവരുടെ വരവിന് ശേഷം ശബ്ദപൂരിതമാകുന്നത് കാണാം. അതുവരെ നിരവധിയായ കലഹങ്ങളാലും സംഘർഷങ്ങളാലും അശാന്തമായിരുന്ന ഭവനങ്ങളിൽ ഇവരുടെ വരവിന് ശേഷം ശാന്തി കളിയാടുന്നത് കാണാം. അതിവരുടെ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് വലിയ പ്രത്യേകതകളോ പരിഗണനകളോ ഒന്നും ലഭിച്ചു എന്ന് വരില്ല. പലപ്പോഴും അവഗണനകളും തിരസ്കാരങ്ങളുമായിരിക്കാം ഇവരെ കാത്തിരിക്കുന്നത്. ഇവർ അർഹിക്കുന്ന വില ഇവർക്ക് പലപ്പോഴും കിട്ടി എന്ന് വരില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇവർ പരാതിയോ പരിഭവമോ ഒന്നും പറയുന്ന പ്രകൃതക്കാരുമല്ല കേട്ടോ. എന്നാൽ തൻ്റെ കുടുംബത്തെ വിജയത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരായിരിക്കും. എത്ര ഗുരുതരമായ പ്രതിസന്ധി ആയാലും തൻ്റെ ഭർത്താവിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രവണതയും ഈ നക്ഷത്രകാരികളായ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ചിത്തിര നക്ഷത്രകാരിയായ ഒരു സ്ത്രീ അത് അങ്ങേയറ്റം ഐശ്വര്യദായകമായ ഒന്നാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. നമ്മൾ ചിത്തിരയുടെ കാര്യം പറഞ്ഞതുപോലെ കുടുംബത്തെ സർവ്വതിലുമുപരിയായി പ്രതിഷ്ഠിക്കുന്ന സ്വഭാവക്കാരാണ് അവിട്ടം നക്ഷത്രകാരികളായ സ്ത്രീകൾ. അവിവാഹിതയാണെങ്കിൽ തൻ്റെ അച്ഛൻ, അമ്മ, സഹോദരീ സഹോദരങ്ങൾ എന്ന ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവരെ ഇന്ന ഇന്ന കാര്യങ്ങളിൽ സഹായിക്കണം, അവരെ സംരക്ഷിക്കണം എന്ന ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. വിവാഹിതയായി കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ പറ്റിയും കുഞ്ഞുങ്ങളെ പറ്റിയുമായിരിക്കും ഇവർക്ക് സർവ്വനേരവും ചിന്ത. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ വീടെത്തുന്നത് വരെ ഇവർക്ക് സമാധാനമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. തൻ്റെ ഭർത്താവിനെ പറ്റിയും കുഞ്ഞുങ്ങളെ പറ്റിയും ഒക്കെ ഇവർ മറ്റുള്ളവരോട് വാചാലരാകുന്നത് സ്ഥിരം കാഴ്ചയാണ്. കുടുംബത്തെ അത്രമേൽ സ്നേഹിക്കുന്നവരിൽ മാത്രം കാണാൻ സാധിക്കുന്ന സർവ്വഗുണങ്ങളും ഇവരിൽ ഉണ്ടാകും. എന്തു വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇവർ ഭർത്താവിനൊപ്പം നിൽക്കുന്നവരാണ്. അത് ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരി, അതിൽ മാറ്റമുണ്ടാകില്ല. അതുകൊണ്ട് ഒരു അവിട്ടം നക്ഷത്രക്കാരി വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ മഹാലക്ഷ്മി അവളാണെന്ന് തന്നെ പറയാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. ജീവിതത്തിൽ കടുകട്ടിയായ നിരവധി പരീക്ഷണങ്ങളെ നേരിടാൻ വിധിക്കപ്പെട്ടവരാണ് മൂലം നക്ഷത്രക്കാർ. അവഗണനകളും തിരിച്ചടികളും ഇവർക്ക് നിത്യവിഷയമാണ്. പക്ഷെ അതിലൊന്നും പതറാതെ ജീവിതത്തിന്റെ തോണിയെ ഇവർ മുന്നോട്ട് നയിക്കുന്നു. പലപ്പോഴും വീടിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റാൻ ശേഷിയുള്ളവരാണ്
മൂലം നക്ഷത്രകാരികളായ സ്ത്രീകൾ. കടന്നുപോയതും നിലവിൽ കടന്നു പോകുന്നതുമായ ജീവിതത്തിന്റെ പരുക്കൻ പാതകൾ അവരെ അതിന് പ്രാപ്തരാക്കും എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മൂലം നക്ഷത്രക്കാരിയായ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ അവൾ ആ വീടിന്റെ നെടുന്തൂണാണെന്ന് പറയാം. ആ വീട്ടിലെ സർവ്വ ഐശ്വര്യങ്ങളുടെയും അടിസ്ഥാന കാരണം അവൾ തന്നെയായിരിക്കും. മൂലം നക്ഷത്രക്കാരിയുള്ള ഭവനത്തിലെ ഗ്രഹനാഥൻ ആരാണോ ആ മനുഷ്യന്റെ ഉൾബലവും അവൾ കൂടെയുണ്ട് എന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രകാരികൾ പൊതുവെ സുന്ദരികളും സുശീലകളും അച്ചടക്കവുമുള്ളവരായിരിക്കും. ഏതൊരു ഭർതൃഗ്രഹത്തിന്റെയും സങ്കല്പത്തിലുള്ള മരുമകളായിരിക്കും വിശാഖം നക്ഷത്രകാരികളായ സ്ത്രീകൾ. ഒരു വിശാഖം നക്ഷത്രകാരി മരുമകളായി വീട്ടിലേക്ക് കടന്നു വരുന്നത് ആ വീടിന്റെ അനുഗ്രഹമാണെന്ന് പറയാം. ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞു ചെയ്യുന്ന പ്രകൃതക്കാരാണിവർ. ഒരാളോടും വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അവരുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാനും പ്രത്യേക കഴിവുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ഇവർക്ക് പൊതുവെ ശത്രുക്കൾ കുറവായിരിക്കും. പക്ഷേ ഇവർ അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരങ്ങളോ സ്നേഹബഹുമാനങ്ങളോ ഇവർക്ക് മിക്കപ്പോഴും ലഭിച്ചു എന്ന് വരില്ല. പലപ്പോഴും പലരും അനാവശ്യമായി ഇവർ ചെയ്യാത്ത കാര്യത്തിനു പോലും ഇവരെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വരാം. അഹങ്കാരിയെന്നും തന്റേടിയെന്നുമുള്ള വിളിപ്പേരുകൾ ഇവർക്ക് കിട്ടി എന്ന് വരാം. അതിവരുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദീർഘനാൾ ഇവരുടെ മനസ്സിൽ ആ മുറിവുണ്ടാകും. പക്ഷേ ഇവർ ആരോടും പ്രതികാരമോ പകയോ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല. കുടുംബത്തെ ഓർത്ത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന സാധുക്കളാണിവർ. അതുകൊണ്ട് വിശാഖം നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. കഴിവതും അവരെ നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജന്മനാ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സിദ്ധിച്ച നക്ഷത്രക്കാരികളാണ് തൃക്കേട്ടക്കാർ. അതുകൊണ്ട് തന്നെ ധനലാഭം മുന്നിൽ കണ്ട് ആത്മാർത്ഥതയോടെ ഇവർ എന്തു ചെയ്താലും അതിന് ഇവർ ഉദ്ദേശിക്കുന്നതിലും അധികം ലാഭം കിട്ടുന്നതായിരിക്കും. ജന്മഗ്രഹത്തിന്റെയും ഭർതൃഗ്രഹത്തിന്റെയും കെടാവിളക്കാണിവർ. ആ വീടുകളുടെ സർവ്വ ഐശ്വര്യങ്ങളുടെയും സ്രോതസ്സും ഇവരായിരിക്കും. പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരികൾ നല്ല ഈശ്വര വിശ്വാസമുള്ളവരാണ്. എപ്പോഴും ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. തന്റെ സങ്കടങ്ങൾ ഈശ്വരന്റെ മുൻപിൽ കരഞ്ഞു പറയുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ഈ സാധുക്കളെ നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക. വെറും പാവങ്ങളാണിവർ.